കുറച്ച് മാപ്രകൾ ഇന്നത്തെ ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? കാന്തപുരത്തെ തള്ളി പ്രതിപക്ഷ നേതാവ്. ഒന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പം കോൺഗ്രസ് നേരെ കുരക്കാൻ വേണ്ടി, അല്ലെ? രാഹുലിന്റെ ഒക്കെ ചീട്ട് കൊട്ടാരം പോലെ അത് തകർന്നടിഞ്ഞല്ലോ. ഇനിയിപ്പോ അതിന്റെ പുറകെ ഇപ്പൊ തൽക്കാലം പോകാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഒന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കിട്ടുന്നില്ല. കാരണം CPIM-നോട് അച്ചാരവും വാങ്ങിച്ചിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ ഹിജറകളാണല്ലോ നിങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് APയെ തള്ളി പ്രതിപക്ഷ നേതാവ് തള്ളി മറച്ചിട്ടാ AP ഉസ്താദ് വീണാ അറിയാ. അതും കൂടി നിങ്ങൾ കാണിക്കണം. എന്നാ പിന്നെ വിഷയമല്ലേ. നാണോ മാനോ ഉഴപ്പും ഉണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതും കേട്ടിട്ട് ഉടനെ ഇപ്പറം വന്നിട്ട് കോലും പിടിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന്റെ അണ്ണാക്കിലേക്ക് തള്ളിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് വ്യക്തതയുള്ള മറുപടി പറഞ്ഞപ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളി അങ്ങ് പിന്നെ എന്താ പറയാ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ വല്ല പണിക്കും പോരാ നീയൊക്കെ. നിങ്ങളെന്താ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു? APയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാ വന്ന് രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതമാണ് എന്ന് AP പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ഈ ചെത്ത മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് കൃത്യവും വ്യക്തവും വളരെ എന്താ പറയേണ്ടത് അത്രയും സംശുദ്ധിയോടുകൂടി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആ മറുപടി പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കാം. അത്തരം ഒരു നിലപാട് ഞങ്ങൾക്കില്ല. രാജ്യത്തെ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ മാത്രമല്ല പ്രത്യേകിച്ചിട്ട് ഉത്തരേന്ത്യൻ സ്റ്റേറ്റിനകത്തുള്ള ന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യനാവട്ടെ ദളിതനാവട്ടെ എല്ലാവരും വലിയ പ്രയാസത്തിൽ തന്നെയാണ് ഉള്ളത്. അവരത്ര സുരക്ഷിതമല്ല എന്ന ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഉള്ളത് എന്ന് സത്യം പറഞ്ഞപ്പോ അതിന് ടൈംലൈൻ കൊടുക്കുന്നത് തള്ളി മറച്ചു. അപ്പൊ പിന്നെ അങ്ങനെയല്ലാതെ എന്താ പറയണ്ടേ? ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഈ ഈ ഈ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റിന്റെ കീഴിൽ സുരക്ഷിതത്വം എന്നാ പറയേണ്ടത്? അദ്ദേഹം APന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞു, അത് ആ വഴിക്ക് വിടുക. അല്ല അതിനെ വന്നിട്ട് ഇത്തരം വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിന്റെ കൃത്യമായിട്ടുള്ള മറുപടി വന്നപ്പോ അതിനൊന്ന് തള്ളി കുള്ളി ഇതാക്കിയിട്ട് കർശനം കൊടുക്കണ്ടേ? അല്ല, പ്രതിപക്ഷ നേതാവ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് നിങ്ങൾ അണ്ണാക്കിലേക്ക് അടിച്ച് തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാ 1000 ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന, വർഗീയപരമായിട്ട് സംസാരിക്കുന്ന, വർഗീയതയുമായിട്ട് ഒരു സന്ധിയും ചെയ്യത്തില്ല എന്ന് പച്ച മലയാളത്തിൽ നിനക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ടും എന്തിനാണോ പിന്നെ ഈ സാമാനവും പൊക്കി പഠിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന്റെ പേരെ പോകുന്നത്? പറഞ്ഞല്ലോ, RSSന് അടിമപ്പെട്ടിട്ട് അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് കീഴ്പ്പെട്ടിട്ട് ഒരു വിജയവും എനിക്ക് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് നട്ടല് നിവർത്തി പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിനകത്തുള്ളത്. മനസ്സിലായ? അല്ലാതെ സംഖ്യകളെ ആലോചിച്ച് 4 വോട്ടിംഗ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വർഗീയവാദികളെ എന്താ പറയേണ്ടത് ഇതുപോലെ പുകയിച്ചിരി 4 വോട്ടിംഗ് നേടിക്കളയുക, എന്നിട്ട് അങ്ങ് വിജയിച്ച് കളയുക എന്നുള്ള ചിന്തയൊന്നും പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഇല്ല. അത് അപ്പുറം മന്ദംഗമ്മികൾ. നിങ്ങളെ പിണറായി വിജയന്റെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റും ആ പാർട്ടിയും അത് നമ്മൾ എത്രയോ കണ്ടതല്ലേ. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഈ വോട്ടിനകത്ത് ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട്, അല്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ എന്താ പറയേണ്ടത് ഒരു പണ്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം സ്വീകരിച്ചിട്ട് CPM-നെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ധാരണ നിന്റെയൊക്കെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്താ പറയുക, നീയൊക്കെ ഇപ്പോഴും ഏതോ വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്ന ചിന്താഗതിയാണ് നിന്റെയൊക്കെ. മനസ്സിലായ? ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. ജനങ്ങൾക്കറിയാം ആരാണ് ശരി ആരാണ് തെറ്റെന്ന്. കേട്ടാ? അല്ലാതെ നീയൊക്കെ തമ്പലയിലിട്ടിട്ട് പ്രതിപക്ഷ നേതാവിനെ UDF മുന്നണിയെ ഉണ്ടാക്കാൻ അങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങ് നടന്നോ. നിങ്ങൾ ഇതിനപ്പുറം കുറെ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ കുറച്ച് മുമ്പ് കുറെ ഉണ്ടാക്കാൻ വേണ്ടി നടന്നില്ല. നിങ്ങൾ എന്തൊക്കെ വിളംബങ്ങൾ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ജനങ്ങൾ എന്തെങ്കിലും ഉൾക്കൊണ്ടോ? എന്തെങ്കിലും വില വെച്ചോ? ജനങ്ങൾ വെച്ചോ? എന്നിട്ട് ഇപ്പം വന്നിരിക്കുന്നു APയെ തള്ളി മറ്റവനെ കൊണ്ട്. എന്തിനായത്? APന്റെ നിലപാട് പറഞ്ഞു, അയാളെ വയ്ക്കുവോ പോട്ടെ. ഇപ്പൊ ഇത് രാഷ്ട്രീയം, കോൺഗ്രസ് പാർട്ടിയായത്. അത് പ്രതിപക്ഷ നേതാവ് വളരെ ക്ലിയർ. പ്രതിപക്ഷ നേതാവ് എന്നല്ല, കോൺഗ്രസിന്റെ ഐഡിയോളജി തന്നെ അങ്ങനെയാ. ഞങ്ങൾ ഇലക്ഷനെ വിജയിക്കലല്ലോ ഞങ്ങളെ ലക്ഷ്യം. ഞങ്ങൾ രാജ്യത്തെ ഫാസിസത്തെ തച്ചടക്കുക, ഫാസിസത്തിനുള്ള വിട്ടുവീഴ്ച നിലപാട് സ്വീകരിക്കുക, അതിനെതിരെ കൃത്യമായിട്ട് പോരാട്ടം നടത്തുക. അത് ഞങ്ങൾ രാജ്യം മുഴുവൻ ചെയ്തു, വെറും കേരളത്തിൽ മാത്രമല്ല. മനസ്സിലായ? അത് തന്നെയാണ് പാർലമെന്റിനകത്തൊക്കെ നരേന്ദ്രമോദിയുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ കാണുന്നില്ലേ?
ആ പാരമ്പര്യമുള്ള പാർട്ടിയുടെ സ്റ്റേറ്റിലെ പ്രതിപക്ഷ നേതാവാ VD സതീശ്. മനസ്സിലായ? അത് മനസ്സിലാക്കാതെയോ? അല്ലാതെ 110,000 എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ അതിന്റെയൊക്കെ എന്താ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ തള്ളിക്കളയോട് ചോദിക്കുമ്പോൾ അതിനും മറുപടി പറയലല്ല കോൺഗ്രസ് പാർട്ടിന്റെ നേതാക്കന്മാരുടെ ഇത്. മനസ്സിലായ? ചില ആൾക്ക് വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടാവാം, അത് ആ വഴിക്കങ്ങ് വിട്ടേക്കണം. എന്താ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പിന്നെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയോടോ എന്തേ നിങ്ങൾ ഈ സമാനവും ഒക്കെ പിടിച്ച് പോയി ചോദിക്കാത്തത്? എന്താ ചോദിക്കാൻ പറ്റുന്നില്ലേ? അവരും കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ. അപ്പൊ ഇയാൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെയും പോയി ചോദിക്കാറാണ്, നിങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ടോ, അത് തള്ളിക്കളയുന്നുണ്ടോ എന്നുള്ളത്. എന്താ ചോദിക്കാൻ പറ്റാത്തത്? ഓ, അത് CJP ആയിരിക്കും അല്ലെ, അതുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് വന്നു കഴിഞ്ഞാൽ വേഗം കോൺഗ്രസിലേക്ക് മുസ്ലിം ലീഗ് നിശബ്ദത, പ്രതിപക്ഷ നേതാവ് അങ്ങ് തള്ളി, എല്ലാം ഉൾക്കൊള്ളാം പറ്റുക. വർഗീയവാദികളോട് നമ്മൾ സമരസപ്പെട്ട് അങ്ങ് പോവുക, സംഖ്യ വെക്കാം. മനസ്സിലായ? അതിന് ആളെ വേറെ നോക്കണം. എത്ര കൃത്യവും വ്യക്തമായിട്ട് ആ കോൺഗ്രസിന്റെ നിലപാട് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ 1000 ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും വർഗീയവാദികളെ വോട്ടും വേണ്ട, ഞങ്ങൾ അവരുമായിട്ട് ഒരു സഖ്യത്തിലും ഒരു സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും എന്തിനാണോ നിങ്ങൾ ഇത് വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്? നിങ്ങൾ സംഖ്യനെ സഹായിക്കാൻ വേണ്ടിയല്ലേ അല്ലേ? RSSനെ കൊയിലൂത്ത് മാറുന്ന കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയിട്ട് വക്കാലത്തെടുത്തിട്ട് ഇപ്പുറത്തേക്ക് വരിക. അറിയാ, ഇതൊന്നും ശരിയല്ല കേട്ടാ. അപ്പൊ അതുകൊണ്ട് അയാളെ നിലപാട് അയാൾ മനസ്സിലായി. അത് കോൺഗ്രസ് പാർട്ടിന്റെ പരിധിയിലേക്ക് വെച്ച് കെട്ടാൻ നിൽക്കണ്ട നിങ്ങൾ. കോൺഗ്രസ് എന്താണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്നും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസിനെ എന്താ പറയുക വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കും അറിയാം, പിന്നെ അതിന്റെ നേതാക്കന്മാർക്കും അറിയാം കേട്ടാ. വല്ലവനും വല്ലതും വിളിച്ചു പറഞ്ഞാൽ അത് നേരെ വന്നിട്ട് കോൺഗ്രസിന്റെ പരിധിയും കോൺഗ്രസിന്റെ ഐഡിയോളജിന്റെ പരിധിയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് കോൺഗ്രസിനെ കെട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഒരുത്തനും നമ്മളെ പരിശ്രമിക്കണ്ട. അത് കൃത്യമായിട്ടും രാജ്യത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായ? കോൺഗ്രസ് രാജ്യത്ത് നിന്ന് 14 വർഷം അധികാരത്തിൽ മാറി നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റെന്ന് കേട്ടാ. അത് ഞങ്ങൾക്കറിയാം. പിന്നെ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഇവരൊക്കെ അധികാരത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നത് എന്നും ചരിത്രവും ഹിസ്റ്ററിയും എടുത്ത് പരിശോധിക്കും. അപ്പൊ മനസ്സിലാവും. ജനാധിപത്യത്തെ വ്യഭിചരിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് തെമ്മാർത്ഥത്തിലെ കൂടി വന്നിട്ട് ഗവൺമെന്റ് ഫോം ചെയ്തതാ. മനസ്സിലായ? അപ്പോഴും കോൺഗ്രസിന് തന്നെയാ ജനങ്ങളെ പിന്തുണ ചെയ്തത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വാ കേട്ടാ. നമുക്കങ്ങനെ മടിയേൽക്കാനൊന്നുമില്ല പാർട്ടിക്ക്. ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യവും ഇല്ല. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വലിയ സ്ഥാപനവും കാര്യങ്ങളൊന്നും കേരളത്തിനകത്തില്ല. ഏതായാലും ഇങ്ങനെ താഴോട്ട് വേണം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ED-യും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ടായിരുന്നു. പിന്നെ അതിന്റെ ഒന്നും ആവശ്യവും ഞങ്ങൾക്കില്ല. മനസ്സിലായ? മറ്റ് ഇന്നതൊരു അജ്മീറിലെ ഇമാമിനെ ഈ ഇവറ്റകള് കൊന്നിട്ട്. മനസ്സിലായ? പിന്നെ നമ്മളൊക്കെ മാധ്യമങ്ങൾ കാണുന്നില്ലേ മതന്യൂനപക്ഷത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഉത്തരേന്ത്യ സ്റ്റേറ്റ് താമസിക്കുന്ന പുൾട്ട് ഹൗസ് കൊണ്ട് വീണ്ടും